Hi dear students, welcome to Innovations Technical Institute. QSAT BTech Let 2026 ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ QSAT BTech Let 2026 റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് QSATൻ്റെ admissions.qsat.ac.in എന്ന വെബ്സൈറ്റിലാണ്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 16/6/2026. അപ്പോൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിനുള്ള ലാസ്റ്റ് ഡേറ്റും 16/6/2026 ആണ്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് വരും. അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ QSATൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളെ ഗ്രേഡ് കാർഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോൾ S6 കഴിഞ്ഞ സ്റ്റുഡൻസ്, നിങ്ങളെ റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങളുടെ റിസൾട്ട് ഉടനെ വരും. റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊവിഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനും പ്രൊവിഷണൽ ഗ്രേഡ് കാർഡിനും അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ KTU ആണെങ്കിലും QSAT ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്ന ഡേറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് 18/6/2026 ആണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് QSATൻ്റെ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീ അടക്കണം. അപ്പോൾ ഫീ അടക്കാനുള്ള ഡേറ്റ് 18/6/2026 to 21/6/2026 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹയർ ഓപ്ഷൻ കിട്ടും, ചിലപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. ചില ആൾക്കാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് കിട്ടുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 23-ാം തീയതി വന്ന് പുതുതായിട്ട് കിട്ടുന്ന ആൾക്കാർ ഫീ അടക്കണം. അതിനുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23/6/2026 to 26/6/2026 ആണ്. പിന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് കോളേജിൽ പോകണം. നിങ്ങൾ ചേരാൻ പോകേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29/6/2026 to 30/6/2026 ആണ്. അപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആ സമയമാകുമ്പോഴത്തേനും നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെൻസും റെഡിയാക്കി വെക്കണം. പിന്നെ അടുത്ത മാസം റിയൽ ടൈം അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. റിയൽ ടൈം അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ സ്പോട്ട് അഡ്മിഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് അഡ്മിഷനൊക്കെ കഴിഞ്ഞ് സീറ്റുകൾ വേക്കൻസി വരും. പിന്നെ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യും, KTUവിൻ്റെ റിസൾട്ട് വരുമ്പോൾ KTUവിൻ്റെ ഗവൺമെൻറ് കോളേജുകളിലോട്ടൊക്കെ പോകും. അങ്ങനെ സീറ്റ് വേക്കൻസി വരുമ്പോൾ അതിലോട്ട് സ്പോട്ട് അഡ്മിഷൻ നടത്തും. അതാണ് ഫസ്റ്റ് റിയൽ ടൈം അഡ്മിഷൻ. അത് നടത്തുന്നത് അടുത്ത മാസം 3-ാം തീയതിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റിയൽ ടൈം അഡ്മിഷൻ ഉണ്ട്. അത് 13/7/2026. അത് ഓൺലൈൻ ആവില്ല, നിങ്ങൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് സ്പോട്ടിൽ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ അത് കഴിഞ്ഞിട്ട് SC ST സ്പെഷ്യൽ റിയൽ ടൈം അഡ്മിഷൻ ഉണ്ട്. അത് 15/7/2026 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് QSATൻ്റെ അണ്ടറിലുള്ള 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടാണ്. നമുക്കറിയാം QSATൻ്റെ അണ്ടറിൽ ഉള്ള കോളേജുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ ക്യാമ്പസ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് SOE കളമശ്ശേരി, രണ്ടാമത് കുട്ടനാട് ക്യാമ്പസ് ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്. അപ്പോൾ ഈ 2 കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിനും ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്നോവേഷൻസിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഈ കോളേജുകളിൽ ഏതൊക്കെ ബ്രാഞ്ചുകളാണുള്ളത്, ഈ ബ്രാഞ്ചുകളിൽ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് എത്ര സീറ്റുകളാണുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ സീറ്റുകൾ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ ഒരു സെമസ്റ്ററിന് 24,810 ട്യൂഷൻ ഫീസ് വരും. ഇത് കഴിഞ്ഞ വർഷത്താണ്, ഈ വർഷം ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം 50,000 ഫീസ് വരിക സ്റ്റേറ്റ് മെറിറ്റിൽ. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിൽ ഒരു സെമസ്റ്ററിന് 45,420, ഏകദേശം ഒരു വർഷം 1 lakhന്റെ അടുത്ത് ട്യൂഷൻ ഫീസ് വരും. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് ഈ 2 മെറിറ്റിലോട്ടും സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലോട്ടും ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ QSATൻ്റെ admissions.qsat.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറുക. ഇതിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ ഇവിടെ കാണാം BTech ലാറ്ററൽ എൻട്രി BLET ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുക. ഇപ്പോൾ BLET ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഡിപ്ലോമ
ഓർ ഇക്വലൻറ്റ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾ കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ ഇവിടെ കേരള ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കേരള ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കാണാം, ഇതിൽ സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് ഹാവ് യു സ്റ്റഡീഡ് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ്. നിങ്ങൾ പോളിടെക്നിക്കിൽ ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈ ബ്രാഞ്ചുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഓപ്ഷൻസ് കൊടുക്കലാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് ന്യൂ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിഫറൻസ് 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ബ്രാഞ്ച് വൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റേറ്റ് മെറിറ്റ് മെയിൻ ക്യാമ്പസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2 മെറിറ്റ് ഉണ്ട്, സ്റ്റേറ്റ് മെറിറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മെറിറ്റും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ 1 ഇയർ കോഴ്സ് ഫീ വരെ ഏകദേശം 50,000 ആണ്. ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ വരും, 1 ലക്ഷോളം വരും. അപ്പോൾ ആ ഒരു ഫീസ് കൊടുക്കാൻ കഴിയുന്നവർ മാത്രം ഓൾ ഇന്ത്യ മെറിറ്റിൽ കൊടുത്താൽ മതി, അല്ലാത്തവർ എന്ത് ചെയ്യുക സ്റ്റേറ്റ് മെറിറ്റിൽ മാത്രം കൊടുക്കുക. അപ്പോൾ ഇവിടെ മെയിൻ ക്യാമ്പസ് കുട്ടനാട് ക്യാമ്പസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സിവിലിൻ്റെ ഇത് കാണാം, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് ഇപ്പോൾ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ 2 എണ്ണം കാണാം, സ്റ്റേറ്റ് മെറിറ്റും ഓൾ ഇന്ത്യ മെറിറ്റും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ വന്നു. ഇനി നമുക്ക് ഇപ്പോൾ പ്രിഫറൻസ് 1 കൊടുത്തു. ഇനി അതിനുശേഷം അടുത്ത ഓപ്ഷൻ കൊടുക്കുകയാണ്, ഓപ്ഷൻ 2. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ മെറിറ്റിൽ പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഓൾ ഇന്ത്യ മെറിറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മെക്കാനിക്കൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെക്കാനിക്കൽ നമുക്ക് തൃക്കാക്കര ക്യാമ്പസിലാണുള്ളത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും സ്റ്റേറ്റ് മെറിറ്റുകൾ ആദ്യം കൊടുക്കുക, പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനുശേഷം ഓൾ ഇന്ത്യ മെറിറ്റ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 3 ഓപ്ഷൻ കൊടുത്താൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങളെ റാങ്ക് എത്തുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങളെ റാങ്ക് 50 ആണെങ്കിൽ 49 സ്റ്റുഡൻസിൻ്റെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് അലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിൽ സീറ്റ് ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിൽ വരും, സെക്കൻഡിലും ഇല്ലെങ്കിൽ തേർഡിലോട്ട് വരും. അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിൽ തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് അത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ 2 ക്യാമ്പസ് ഉണ്ടെങ്കിൽ മെയിൻ ക്യാമ്പസാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ മെയിൻ ക്യാമ്പസിൽ മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് മാത്രം കൊടുക്കുക. ഈ 2 കോളേജിലും കുഴപ്പമില്ലെങ്കിൽ 2ഉം കൊടുക്കുക. കാരണം നിങ്ങൾക്ക് എവിടെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് അവിടെ പോയി ചേരേണ്ടി വരും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ KTUവിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് KTU കിട്ടിക്കഴിഞ്ഞാൽ ആ KTUവിന് കിട്ടിയ അലോട്ട്മെൻറ്റ് മെമ്മോ ക്യുസാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ മാത്രം ഓപ്ഷൻ കൊടുക്കുക. വെറുതെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിടണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രാഞ്ചുകളും താല്പര്യമുള്ള കോളേജും മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് KTU പോലെ ഒരുപാട് കോളേജുകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് മെയിൻ ക്യാമ്പസിൽ 2 ക്യാമ്പസിൽ പോകുന്നുണ്ടോ, പോകുന്നില്ല മെയിൻ ക്യാമ്പസിലോ. ഇനി മെയിൻ ക്യാമ്പസ് ആണെങ്കിൽ ഏതൊക്കെ കോഴ്സാണ് നോക്കുന്നത്, ഇനി അത് നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ് ആണോ ഓൾ ഇന്ത്യ മെറിറ്റ് ആണോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ അപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ താഴെയുള്ള ഓപ്ഷൻ മുകളിലോട്ട് വരും. ഇനി ഡൗൺ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഡൗൺ ആരോ മാർക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഓപ്ഷൻ താഴോട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി സബ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ഡേറ്റ് ആവുന്നവരെ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൻ്റെ 16-ാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു സമയത്ത് എന്താണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചത് അത് വെച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക. അപ്പോൾ ഇന്നോവേഷൻസ് അടുത്ത വർഷത്തേക്കുള്ള ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നോവേഷൻസിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബിടെക് ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ക്യുസാറ്റിൻ്റെയൊക്കെ മെയിൻ ക്യാമ്പസിൽ ഫയർ ആൻഡ് സേഫ്റ്റി, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ
ലെറ്റ് എക്സാമിന് നല്ല റാങ്ക് വേണം. നമ്മുടെ സീറ്റ് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഓൾ കേരള 10ന്റെ ഉള്ളിലും 20ന്റെ ഉള്ളിലൊക്കെ റാങ്ക് വരണം. ഇപ്പോൾ ക്യുസാറ്റ് ബിടെക് ലെറ്റ് 2025 ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് ഇന്നോവേഷൻസിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചത് ഇന്നോവേഷൻസിൽ ഓൺലൈൻ ആയിട്ട് പഠിച്ച സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നിങ്ങളെ ഇവിടുന്ന് കറക്റ്റ് ഒരു ടൈം ടേബിൾ ഇട്ട് പഠിപ്പിക്കും. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ ഇതേപോലെ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. നല്ല റാങ്ക് കിട്ടി കഴിഞ്ഞാൽ ക്യുസാറ്റ് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് മെയിൻ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ കിട്ടും. അപ്പോൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോഴും ഓൾ കേരള ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്, സെക്കൻഡ് റാങ്ക് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതേപോലെ റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ആദ്യത്തെ 10ലും 20ലും ഒക്കെ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചവരുണ്ട്, ഓൺലൈൻ ആയിട്ട് പഠിച്ചവരുണ്ട്. എല്ലാത്തിലും സെയിം കണ്ടന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെയിം ടീച്ചേഴ്സ് ആണ്, മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇതേപോലെ റാങ്ക് കിട്ടും. അപ്പോൾ അടുത്ത വർഷത്തേക്ക് ലെറ്റിന് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്യുസാറ്റിൻ്റെ കോച്ചിങ്ങും അതേപോലെ KTU ബിടെക് ലെറ്റിൻ്റെ കോച്ചിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.